ഒരുപാട് തഫ്സീറുകളുണ്ട്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വജ്ഹ് ശരീഫ്, അവിടുത്തെ വദനം പ്രകാശപൂരിതമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുഖത്തിന്റെ പ്രഭ, അതാണ് സത്യം. ദുഹാ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷറഫാഖ് ആ മുഖത്തിന്റെ എങ്ങനെ നമ്മളിത് വർണ്ണിക്കുക. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ചെരുപ്പ് കേടുവന്നോ നന്നാക്കുകയാണെങ്കിൽ ഇരുന്നിട്ട്, അതൊക്കെയാണ് മാതൃക. പീടിയെ പോയിട്ട് പുതിയ ചെരുപ്പ് വാങ്ങാൻ കഴിയല്ല, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്ത് കൊണ്ടുപോയി നന്നാക്കാൻ കഴിയല്ല. ചെറിയൊരു ഒഴിവ് സമയം കിട്ടിയപ്പോ അവിടെ ഇരുന്ന ചെരുപ്പ് നന്നാക്കുക. നല്ല ചൂട് സമയമാണ്. ചൂട് കൊണ്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിൽ മുത്തുമണികളെ പോലെയുള്ള ഈ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അടുത്തിരിക്കുന്നുണ്ട്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട വദനത്തിലേക്ക് ദൃഷ്ടി ഊന്നിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ ഇരുന്ന ഇരുത്തത്തിൽ മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അന്താളിച്ചു പോയി. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ മാലക്കി ആയിഷ ബുഹിത്തി, എന്തു പറ്റി നിങ്ങൾക്ക്? എന്തു പറ്റി? ഇത് നിങ്ങൾ അന്താളിച്ച്? ആ സമയത്ത് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലവിമാ സലൈഹാ ലൗ റഅയ്നാ ജബീനഹു ലഅസർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ അയ്ദി. മനുഷ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അർദ്ധ സൗന്ദര്യം നൽകപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാമിനെ ഈജിപ്തിലുള്ള കുലീന വനിതകൾ സുലൈഖാ ബീവിയുടെ ക്ഷണം സ്വീകരിച്ച് അതിഥികളായിരിക്കുന്ന അവർ കൈകൾ പിടിച്ച പഴം കത്തി കൊണ്ട് ചെത്തിക്കൊണ്ടിരിക്കുന്ന ആ കുലീന യുവതികൾ, സാധാരണക്കാരല്ല, പ്രഭുകുമാരിമാർ, അവരിയ്ക്കുന്ന മജ്ലിസിന്റെ മധ്യത്തിലൂടെ യജമാനയാവുന്ന സുലൈഖാ ബീവിയുടെ ആജ്ഞപ്രകാരം മഹാനവർകൾ അങ്ങ് കടന്നുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആരോടൊന്നും സംസാരിച്ചിട്ടില്ല, കേവലം അങ്ങനെ കടന്നുപോയിട്ടുള്ളൂ. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന അയ്ദിയഹുൻ ഖുൽ ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. സാധാരണ തെരുവ് തെണ്ടികളാവുന്ന സ്ത്രീകളല്ല, പ്രഭുകുമാരികൾ, മാന്യകൾ. അവരൊരൊറ്റ നോക്കം കണ്ടപ്പോ അവരെന്ത് പറഞ്ഞു പോയി? മാതാ ബശറ, ഇതൊരു മനുഷ്യനല്ല, ഇങ്ങനൊരു മനുഷ്യനോ? ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. വാനലോകത്തിലുള്ള ആദരണീയരായ മലക്കുകളിൽപ്പെട്ടൊരു മലക്ക് മനുഷ്യരൂപം കൊണ്ടുവന്നതാണ് എന്ന് അറിയാൻ മാത്രമല്ല, ഖത്തഅന അയ്ദിയഹുന്ന, കൈ നിരന്തരം ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തൈന എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നല്ല, നിരന്തരം ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെത്തുന്ന സമയത്ത് പഴത്തിന് പറ്റുന്നതിന് പകരം കൈക്കായത്ത് നിന്നിട്ട് അറിഞ്ഞില്ല, കൈക്ക് പറ്റുന്ന അറിഞ്ഞില്ല, വീണ്ടും ചെത്ത് തന്നെയാണ്. ചോര എങ്ങനെ ഒലിക്കുന്നുണ്ട്, അതൊന്നും ഒരറിയണില്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അഭൗമ സൗന്ദര്യത്തിൽ ലയിച്ചുപോയി ആ സ്ത്രീകൾ. കൈമുറിയുന്നത് അറിയുന്നില്ല എങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ലവിമാ സുലൈഖാ ലൗ റഅയ്ന ജബീനഹു. ഈ മുത്തുകണക്കിലുള്ള പേർപ്പ് കണങ്ങൾ പൊടിഞ്ഞു നിൽക്കുന്ന ആ സുന്ദരവദനം ഈജിപ്തിലെ ആ സുന്ദരികളായ യുവതികൾ ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ ലഅസർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ അയ്ദി. കൈമുറിക്കാനുണ്ടാവില്ല, അപ്പൊ തന്നെ അറ്റ കൈമരിച്ചു. കഷ്ടം കെട്ടാന്നല്ല, കൈമുറിക്കാനുണ്ടാവില്ല, അപ്പൊ തന്നെ അറ്റ കയറ്റു കൊണ്ടു. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വദനത്തിന്റെ സൗന്ദര്യം. എന്നാൽ ഒരൊറ്റ പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറി പിടിക്കാൻ വന്നില്ലല്ലോ.
മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സുലൈഖ കയറി പിടിക്കാൻ വന്നില്ലേ? പെണ്ണുങ്ങളൊക്കെ നോക്കിയിട്ട് കൈമുറിച്ചില്ലേ? എന്നാൽ മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പൗതി സൗന്ദര്യ, മനുഷ്യ സൗന്ദര്യത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് ബഹുമാനപ്പെട്ട അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. സ്ത്രീ സൗന്ദര്യത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് ഉമ്മുന ഹവ്വ അലൈഹിസ്സലാം. കാരണം എന്തുകൊണ്ട്? അല്ലാഹു തആല നേരിട്ട് പടച്ചവനാണ്, അതിലിടക്കരുമില്ല. ഈ സൗന്ദര്യത്തിന്റെ പകുതിയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനും സ്ത്രീകളുടെ ഉമ്മയാവുന്ന ഹവ്വാ റളിയല്ലാഹു തആലയുടെ പൗതി സൗന്ദര്യം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പത്നിയാവുന്ന സാറ ബീവി റളിയല്ലാഹു തആല അൻഹാക്കും അല്ലാഹു തആല കൊടുത്തു. സാറ ബീവിക്ക് ഹവ്വാ ബീവിന്റെ പൗതി സൗന്ദര്യം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പൗതി സൗന്ദര്യം. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഭാഗവാക്കല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗന്ദര്യം ആർക്കും അല്ലാഹു വേറെ കൊടുത്തിട്ടില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. ബാഹ്യവും ആന്തരികവുമായ, ശാരീരികവും മാനസികവുമായ, ആത്മീയവും ഭൗതികവുമായ എന്തൊക്കെ സൗന്ദര്യം ഈ ലോകത്തൊരു മനുഷ്യന് സങ്കല്പിക്കാമോ അതിന്റെ എല്ലാം സമ്പൂർണ്ണ രൂപമാണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മനുഷ്യ സൗന്ദര്യത്തിന് ഏതർത്ഥത്തിലുള്ള സൗന്ദര്യമാണ്? ഈ നേരത്തെ പറഞ്ഞ 4 അർത്ഥത്തിനുള്ള സൗന്ദര്യമാണെങ്കിലും ഈ ഒരൊറ്റ സൗന്ദര്യത്തിലും മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. ആർക്കും അതിൽ ഷെയറില്ല, ആർക്കും അതിൽ ഷെയറില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക വ്യക്തിത്വത്തിന്റെ എല്ലാ അംശങ്ങളും മറ്റുള്ള മഹത്തുക്കളുടെ എല്ലാം ഉണ്ട്, ഹബീബിന്റെ സ്വന്തമുള്ളത് വേറെ ആർക്കുമില്ല. എല്ലാ അമ്പിയാക്കന്മാർക്കും അല്ലാഹു തആല ധാരാളം ആയാത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ആയാത്തുകൾ മുഴുവനും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. എന്നാൽ ഹബീബിന് കൊടുത്തത് അവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. അത് എല്ലാ അർത്ഥത്തിലും അങ്ങനെയാ. അത് അല്ലാഹു തആല അങ്ങനെ തീരുമാനിച്ചു പോയി, നമ്മൾക്ക് കൈയിടാൻ വയ്യില്ല.